പച്ചപ്പിനാൽ ചുറ്റപ്പെട്ട പ്രകൃതി സൗന്ദര്യം ആവോളം കനിഞ്ഞനുഗ്രഹിക്കപ്പെട്ട തേനൂർ ഗ്രാമം. അവിടെ കേരളത്തിലെ ആദ്യത്തെ ആഡംബര വിരമിക്കൽ വീടുകൾ. റിട്ടയർമെന്റ് ജീവിതത്തിൽ ആരും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ആഡംബര വീടുകളാണ് അനന്ത ലിവിങ്ങിൻ്റേത്. തിയേറ്റർ, ജിമ്മ്, ആയുർവേദ സ്പാ, വെൽനസ് സലൂൺ, ലൈബ്രറി, ഇൻഡോർ ഗെയിം റൂമുകൾ, മുഴുവൻ സമയ ആരോഗ്യ പരിപാലനം, അങ്ങനെ ജീവിതം മുഴുവൻ ഒരു വിനോദയാത്രാ പാക്കേജ്. അതാണ് അനന്ത ലിവിംഗ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. കേരളത്തിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് നമുക്ക് ചിലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജാണ്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ല, നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമേ വരുന്നുള്ളൂ. എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ഇവിടെയുള്ള പ്രകൃതി, നമ്മുടെ ഇവിടെയുള്ള വെള്ളം, നമ്മുടെ ഇവിടെയുള്ള ഭക്ഷണം, അതൊന്നും നമുക്കൊരു പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പം കിട്ടണമെന്നില്ല. എല്ലാ രീതിയിലും, എല്ലാ ഗുണമേന്മയോടെയും, എല്ലാ സൗകര്യങ്ങളും ഞാൻ പറഞ്ഞ ആർക്കിടെക്ചറലായിട്ട് മാത്രമല്ല, പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്ഥപതി എന്ന ഗ്രൂപ്പാണ്, ആർക്കിടെക്ട് ടോണി ജോസഫാണ് ഇതിൻ്റെ ഡിസൈനും മറ്റ് കാര്യങ്ങളും നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ, അതോടൊപ്പം നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇത് കണ്ടു മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത്. ഇപ്പോൾ ഒരു ഫോണിൽ ഒരാൾ നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും, അല്ലാതെ ഏത് രീതിയിൽ ഇപ്പം വാട്സപ്പിലോ അങ്ങനെ എങ്ങനെ വന്നാലും ഒരു എൻക്വയറി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരോട് പറയുന്ന ഒരു പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ വരിക, നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യുക. ഇത്തരമൊരു പ്രോജക്റ്റ് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് എന്താണ് എന്നുള്ള കൃത്യമായ ബോധ്യം വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് ഒരു ദിവസം താമസിക്കണമെങ്കിൽ നമുക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അവർക്ക് വരാം, കുടുംബമായിട്ട് വരാം, മക്കൾക്ക് വരാം. അവർ വന്നിട്ട് ഒരു ദിവസം പൂർണ്ണമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുക. ഇവിടുത്തെ രാത്രിയും ഇവിടുത്തെ പകലും എക്സ്പീരിയൻസ് ചെയ്യുക. ഇവിടുത്തെ ഭക്ഷണം എക്സ്പീരിയൻസ് ചെയ്യുക. ഇവിടെയുള്ള ജനങ്ങളുമായിട്ട്, ഇവിടെ താമസിക്കുന്ന, ഓൾറെഡി ഇവിടെ താമസം തുടങ്ങിയിരിക്കുന്ന ആൾക്കാരുമായി ഇടപഴകുക, ഞങ്ങളുമായിട്ട് ഇടപഴകുക, സംശയങ്ങൾ ചോദിക്കുക, ദൂരീകരിക്കുക. അങ്ങനെ പൂർണ്ണമായ ഒരു കൺവിക്ഷനോട് നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ താൽക്കാലികമായിട്ട് വാങ്ങുന്നതല്ല. നമ്മുടെ തുടർന്നുള്ള ജീവിതം ഏറ്റവും സന്തോഷത്തോടെയും ഏറ്റവും സൗകര്യത്തോടെയും ചെലവഴിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇത്തരം ഒരു പദ്ധതിയുടെ ഭാഗമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ കൺവിക്ഷനോടെയും വേണം അതിലേക്ക് വരാനും അതിൻ്റെ ഭാഗമാകാനും. ഇത് മാത്രമാണ് ഞങ്ങൾ എല്ലാവരോടും പറയുന്നത്. കാരണം നമ്മൾ വരുന്നവർക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കാം, അതൊരു വശം. പക്ഷേ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പൂർണ്ണ ബോധ്യത്തോടെ ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് അവർ മാറുക എന്നുള്ളതാണ് നമ്മൾ ഈ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് എല്ലാവരോടും അഡ്വൈസ് ചെയ്യുന്നത്. അതൊരു 3 പില്ലേഴ്സിലാണ് ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്: കെയർ, കംഫർട്ട് ആൻഡ് കമ്മ്യൂണിറ്റി. അത് ഓരോ ഘട്ടവും നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിന് വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കെയർ. നമ്മളൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കെയർ വേണം. അത് വെൽനസ് ആകാം, നമുക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ കിട്ടുക, 2 ഭാഗം. ഉദാഹരണത്തിന് ഒരു യോഗ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ വെൽനസിൻ്റെ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു നേഴ്സിംഗ് സ്റ്റേഷനുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അത് പരിശോധിക്കാനും, നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാനും, അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് തരാനും ഒക്കെ തന്നെ നമുക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ലൈറ്റായിട്ടുള്ള ഒരു ജിറിയാട്രിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സസൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നമുക്ക് രാവിലെ ഒരു മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഈവനിങ് വാക്ക്, ഒന്ന് നീന്തണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ, ഒരു ജിറിയാട്രിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹെൽത്ത് ക്ലബ്ബ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്ഷണക്രമങ്ങളും നമ്മൾ ഫൈബർ കൂടിയിട്ടുള്ള നല്ല വെജിറ്റേറിയൻ ഭക്ഷണമാണ് നമ്മളിവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ആരോഗ്യത്തെ സംബന്ധിച്ചോളം എപ്പോഴും ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് കംഫർട്ട് എന്നുള്ളതാണ്. കാരണം നമ്മളൊരു സീനിയർ ലിവിങ് വരുമ്പോൾ നമ്മൾ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയായിരിക്കണം ആൾക്കാർ വരുന്നത്, അല്ല ജീവിതം തള്ളി നീക്കാൻ വേണ്ടി അല്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട്. അപ്പം നിങ്ങൾ വരുമ്പോൾ ഇവിടെയുള്ള ഓരോ എലിമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ളതാണ് നമ്മൾ ഓരോ പ്രോജക്റ്റും ചെയ്തിരിക്കുന്നത്. അതേസമയം അതിൽ ഒരു മിതത്വം പാലിക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നിലും നിങ്ങൾ ഒരു അതിഭാവുകത്വം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുകയില്ല. എങ്ങനെയൊക്കെ പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ നമുക്ക് ആ സ്പേസ് കാര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗാർഡൻസ് ആണെങ്കിലും, നമ്മുടെ കോമൺ സ്പേസ് ആണെങ്കിലും, നമ്മുടെ ക്ലബ് ഹൗസിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ തന്നെ ആ സ്പേസിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു പ്രധാന ഘടകമാണ് കമ്മ്യൂണിറ്റി. കാരണം നമ്മൾ ഇതുപോലത്തെ ഒരു അനന്ത ലിവിംഗ് പോലുള്ള പ്രോജക്റ്റിൽ വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല,
ഒരു കൂട്ടായ്മയാണ് അവിടെ ഉള്ളത്. ആ കൂട്ടായ്മ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങൾക്കൊരു എൻഗേജ്മെൻറ്റ് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും, പരസ്പരം എങ്ങനെ സഹകരണം വളർത്താൻ പറ്റും, പരസ്പരം നിങ്ങൾക്ക് എങ്ങനെ സൗഹൃദം സ്ഥാപിക്കാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധ ചെലുത്തിയാണ് ഓരോ തീരുമാനങ്ങൾ ഇവിടെ എടുക്കുന്നത്. അത് ഞങ്ങളുടെ മാനേജ്മെൻ്റ് ആണെങ്കിലും വളരെ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിന് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. ഓരോ തീരുമാനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഈ 3 പില്ലേഴ്സിൽ അവലംബിച്ചിട്ടുള്ള ഒരു തീരുമാനങ്ങളായിരിക്കും നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. അതിന് കോട്ടം വരുന്ന രീതിയിലുള്ള എല്ലാ മാർഗങ്ങളും എല്ലാ ആക്ഷൻസും നമ്മൾ മിനിമൈസ് ചെയ്യേണ്ടതുമാണ്. സോ കെയർ, കംഫർട്ട് ആൻഡ് കമ്മ്യൂണിറ്റി, ഈ 3 പില്ലേഴ്സിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിട്ടുള്ളതും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തീർന്നില്ല. ഭക്ഷണമുണ്ടാക്കാൻ ജീവിതത്തിന്റെ നല്ല പാതിയും അടുക്കളയിൽ കളയുന്നവരാണ് നമ്മുടെ അമ്മമാർ. അനന്ത ലിവിങ്ങിൽ ആരും അടുക്കളയിൽ തളച്ചിടപ്പെടില്ല. ക്ലൗഡ് കിച്ചൺ എന്നും വ്യത്യസ്തമായ രുചികരമായ ഭക്ഷണം ഒരുക്കി നമ്മുടെ അച്ഛനമ്മമാരെ കാത്തിരിപ്പുണ്ട്. മികച്ച പൂന്തോട്ടവും സ്വിമ്മിംഗ് പൂളും ഗെയിം സോണും തിയേറ്ററും ലൈബ്രറിയും ജിമ്മുമെല്ലാം വിരമിക്കൽ കാലത്തെ കൂടുതൽ സജീവമാക്കുന്നതാണ്. വൈകുന്നേരമൊക്കെ നിങ്ങൾ വന്നാൽ യു വിൽ നെവർ ഫൈൻഡ് എനിബഡി സിറ്റിംഗ് അറ്റ് ഹോം. യു വിൽ ഫൈൻഡ് പീപ്പിൾ ആർ എൻജോയിങ് ദ നേച്ചർ. ദേ ആർ ഗോയിങ് ഫോർ വാക്സ്, ദേ ആർ ഗോയിങ് ഫോർ സ്വിം, ദേ പ്ലേ സ്നൂക്കർ, ദേ ആർ പ്ലേയിങ് കാർഡ് ഗെയിംസ് ആൻഡ് ദേ പ്ലേ TT. പിന്നെ കുറേ പേര് ഹു ആർ inclined to read, you will find them in the library reading newspapers and periodicals. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഇത്. ആൻഡ് a lot of nature around. അതുകൊണ്ട് a lot of fresh air. So whenever I come here, I really like the feel of this place. I come here maybe once in 2 months. I stay here for around 15 to 20 days. I'm really happy the way I stay here and I like the feel of the place. 1 BHK, 2 BHK എന്നിങ്ങനെ 400 അപ്പാർട്ട്മെന്റുകളാണ് ആകെ ഒരുങ്ങുന്നത്. 200 അപ്പാർട്ട്മെന്റുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായി. പലരും സന്തോഷകരമായ വിശ്രമ ജീവിതം ഇവിടെ നയിക്കുന്നു. അനന്ത ലിവിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങളുടെ ബിൽടെക്കിൻ്റെ മനസ്സിൽ ഉദിച്ചിട്ട് ഒരു 8-10 വർഷങ്ങളായി. കാരണം ഞങ്ങളൊരു 40 വർഷങ്ങളായിട്ട് പാലക്കാട് ടൗണിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ രംഗത്തും മറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്തൊക്കെ വളരെ കാര്യമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. 40 വർഷങ്ങളായി. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട് അവരൊക്കെ സീനിയേഴ്സൊക്കെ ആയി വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമായിട്ട് ഒരു സൗകര്യങ്ങൾ അവർക്ക് പേടിയില്ലാതെ അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും ഒരു ആകുലതയോ വ്യാകുലതയോ ഒന്നും ഇല്ലാതെ താമസിക്കാനുള്ളതും സുരക്ഷിതമായിട്ടൊരു ഫീലോടുകൂടി താമസിക്കാനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഞങ്ങളുടെ MD ശ്രീ രാജൻ സാറ് അതാണ് വിഭാവനം ചെയ്തത്. ഇവിടെ താമസിക്കാനായിട്ട് 2 BHK 2 ടൈപ്സിലുള്ള 2 BHK അപ്പാർട്ട്മെൻറ്റ്സാണുള്ളത്. കംപ്ലീറ്റ്ലി ഓണർഷിപ്പ് ബേസിലാണ്. ഇന്ത്യയിൽ ഒറ്റൊരിടത്തും ഇല്ലാത്തതെന്ന് തന്നെ പറയാം. ഇങ്ങനെ ഓണർഷിപ്പ് ബേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. വാങ്ങിക്കാം, താമസിക്കാം, വാടകയ്ക്ക് കൊടുക്കാം, വിൽക്കാം, എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. എല്ലാറ്റിലുപരി നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം, നിങ്ങൾക്ക് വേണ്ട ആതുര ശുശ്രൂഷ കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട എൻജോയ്മെൻറ്റ്, അമ്യൂസ്മെൻറ്റ്, എല്ലാറ്റിനുള്ള സൗകര്യങ്ങൾ നമ്മൾ യാതൊരു ക്വാളിറ്റി കോംപ്രമൈസും ഇല്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിവിടെ കാണാൻ വരുന്നവരും കാര്യങ്ങൾ അറിയാൻ വരുന്നവരും ഇവിടെ സ്ഥിരമായി താമസിക്കാൻ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ഒരേ അഭിപ്രായക്കാരാണ്. ഇതുപോലെ വേറെ എവിടെയില്ല, ഇത് വളരെ നന്നായിട്ടുണ്ടെന്നുള്ള അഭിപ്രായമാണ് എല്ലാവരും പറയാറുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ സേവനവും വൈദ്യസഹായവും സുരക്ഷയും ഒക്കെ റിട്ടയർമെന്റ് ജീവിതത്തിൽ ആരും ആഗ്രഹിക്കുന്നതാണ്. ബിൽടെക്കിന്റെ MDക്ക് പോലും അനന്തയിൽ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നതാണ് സവിശേഷത. അനന്തതയുടെ പേര് സൂചിപ്പിക്കും പോലെ വിശാലമായ പൂന്തോട്ട മേഖലയിൽ അനന്തതയുടെ ചിഹ്നം കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. റിട്ടയർമെന്റ് ഹോമുകളിൽ താമസിക്കുന്ന എല്ലാവരും ആസ്വദിക്കുന്ന അനന്തമായ സന്തോഷവും മനസ്സമാധാനവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. 24 പാലക്കാട്.